ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാനർ ഉണ്ടാക്കലാണ്. ഇന്ന് എന്തായാലും സെപ്റ്റംബർ 1 അപ്പോൾ പുതിയൊരു മാസമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് പോകാമെന്നുള്ളത്. ഇത് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നൊരു പ്ലാനറാണ്. ഓഗസ്റ്റിൻ്റെയും ജൂലൈൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാനർ എന്ന് പറയുന്നത് വളരെയധികം ബേസിക് ആയിട്ടുള്ള പ്ലാനറാണ്. ഇതിനകത്ത് വേറെ തരത്തിലുള്ള സപ്ലൈസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് സ്കെച്ചും 2-3 പേനയുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് ബേസിക് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ തീം പേജ് എന്ന് പറയുന്ന ഒരു പേജാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് നമ്മുടെ മാസം, ഈ മാസത്തിൽ എന്തൊക്കെ ഇവൻറ്റ്സ് വരുന്നുണ്ട്, അപ്പോൾ ആ ഇവൻറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ തീം വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തീമിൽ വേണേലും, ഇപ്പോൾ പൂക്കളുടെ തീമിലാണെങ്കിൽ കുറേ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിലിപ്പം മെയിനായിട്ട് ഈ ഒരു മാസം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെപ്റ്റംബറിൽ നമ്മുടെ ഓണം വരികയാണ്. അത് മാത്രമല്ല ഓണം എക്സാമും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനെ സംബന്ധിച്ച് 2-3 ബുക്സും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അതേപോലെ ഓണത്തിനെ പ്രമാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പൂക്കളങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ വലിയ അടിപൊളിയായിട്ട് അത്രയും കിടിലനായിട്ടൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് റഫായിട്ടുള്ള ഒരു സ്കെച്ച് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ മെയിൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓണം ആൻഡ് ഓണം എക്സാം, ക്വാർട്ടർലി എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ഇനിയും ഇതിനകത്ത് ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ ഞാൻ റഫായിട്ട് ഓരോന്ന് വരയ്ക്കുന്നതാണ് ഈ കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആർഭാടമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെപ്പോലെ ക്യൂട്ട് സാധനങ്ങളൊക്കെ അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും അടിപൊളിയാക്കി കളർഫുള്ളാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് മറക്കും. ഇത്രയും ഭംഗിയിൽ ആർഭാടമൊക്കെ ആക്കിയിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ഇല്ലാണ്ടായി പോവും, അട്ടർ വേസ്റ്റായി പോവും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ടൈം വെറുതെ പോകാമെന്നല്ലാതെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഭംഗി നോക്കിയിരിക്കും, അതിനകത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെയധികം ബേസിക്കാണ്. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് ഒരു ജെൽ പെൻ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ എല്ലാം ചെയ്യുന്നത്. ഇത് ഒരു ടേബിളൊക്കെ വരച്ച് അതിനകത്ത് കുറച്ച് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ട് ഇതാ ഒരു പെൻ ഹോൾഡറിൽ 2-3 പെന്നൊക്കെ ഇരിക്കുന്നൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു പെൻ അപ്പുറത്ത് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബുക്ക് വരച്ചിട്ടുണ്ട്. ഇനി 2 പൂക്കളും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീം പേജ് ഏകദേശം സെറ്റായി. തീം പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കലണ്ടർ പേജാണ്. അതായത് 7 കോളം വരയ്ക്കുക, 5 റോ വരയ്ക്കുക. അപ്പോഴത്തേനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും 35 ബോക്സസ് കിട്ടും. അപ്പോൾ ഒരു മന്തിൽ 30 or 31 ഡേയ്സ് ആണല്ലോ വരിക. അപ്പോൾ സെപ്റ്റംബറിൽ 30 ഡേയ്സ് ആണ് വരുന്നത്. അപ്പോൾ സൺഡേ മൺഡേ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് അത് ഓർഡറിൽ എഴുതിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഡേറ്റൊക്കെ പ്ലോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ബോക്സസിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സാം എന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പം 4th സ്റ്റാർട്ട് ചെയ്ത് 12th എൻഡ് ചെയ്യുന്നത് എക്സാം. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി കൊടുത്ത് എപ്പോഴൊക്കെയാണ് ലീവ് ഇടയിൽ വരുന്നത്, അതേപോലെ തന്നെ ഏത് എക്സാമാണ് വരുന്നത് ഓരോ ഡേ എന്നുള്ളതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ തീം പേജ് കളർ ചെയ്യുന്നതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. ആദ്യം റഫായിട്ടൊന്ന് എല്ലാം ഒന്ന് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിലിനി തീം നിങ്ങൾക്ക് മാറ്റണം, നിങ്ങളുടേതായിട്ടുള്ള തീം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റേതായിട്ടുള്ള രീതിയിലൊരു തീമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനകത്ത് അടുത്തതായിട്ട് മൂഡ് ട്രാക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ മൂഡ് ട്രാക്കർ എന്ന് പറയുമ്പോഴത്തേനും ഓരോ ദിവസം നിങ്ങൾക്ക് ഏത് ഇമോഷനായിരുന്നു, ഹാപ്പി ആയിരുന്നോ, സാഡായിരുന്നോ, ഭയങ്കര ദേഷ്യമുള്ളൊരു ദിവസമായിരുന്നോ, അല്ലെങ്കിൽ ഒട്ടും ഓക്കെ അല്ലാത്ത ദിവസമായിരുന്നോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാനാണ്. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു മന്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്, ഹാപ്പി ആയിരുന്നോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനെ വേണേലും ചെയ്യാം, ഇതിലും അടിപൊളിയായിട്ട് വേണേലും ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാരണം ജസ്റ്റ് ഒരു 30 സർക്കിൾസ് വരച്ചിട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ലേബൽ ചെയ്ത് എല്ലാം ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ യെല്ലോ, വയലറ്റ്, അതേപോലെ തന്നെ ഓറഞ്ച്, അതേപോലെ നമ്മുടെ ആ ജെൽ പെന്നിൻ്റെ ബ്ലാക്ക്, ഈ 4 കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ യെല്ലോ വന്നിട്ട് സാഡാണ്, അതേപോലെ തന്നെ വയലറ്റ് വന്നിട്ട് കുറച്ചുകൂടെ ആംഗ്രി ഇമോഷനാണ് കൊടുക്കുന്നത്, ഓറഞ്ച് ഹാപ്പിയാണ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ഓരോ സർക്കിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഏത് കളറാണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത് നോക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോണത്, എക്സാം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ എത്രയൊക്കെ സിലബസ് തീർന്നു, നമ്മൾ എത്ര പഠിച്ച് കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു സാധനമാണ് സ്റ്റഡി ട്രാക്കർ എന്നുള്ളതാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സാധനമാണ്. എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എനിക്ക് വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ 10th പഠിക്കുമ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്കിപ്പം 6 സബ്ജക്റ്റേ ഉള്ളൂ +2 ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ 6 സബ്ജക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുക, എത്ര ലെസൺ ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പം ഓണം എക്സാം ആയത് കാരണം തന്നെ എനിക്കൊരു 5 to 6 അത്രയും ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്ലോട്ട് ചെയ്ത് ഓരോരോ കോളംസ് ആക്കിയിട്ട് വരയ്ക്കുക. സബ്ജക്റ്റിന് ഒരു കോളം, ഓരോരോ ലെസൺസിന് ഓരോരോ കോളം. എന്നിട്ട് ഏതൊക്കെ ലെസൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതിൽ ഓരോരോ ടിക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് അടുത്തൊരു കോളം. റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്കിടുക. പിന്നെ ക്വസ്റ്റ്യൻസസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്കിടുക. ആൻഡ് ലാസ്റ്റത്തെ കോളം ആർ യു കോൺഫിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ ആ ഒരു വിഷയം, ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മളത് വെച്ചിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും ഇനി സൂപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള അത്രയും നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കോളമാണ്. അപ്പോൾ അത്രയാണ് വരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയൊക്കെ നമുക്കിനി പഠിക്കാൻ പെൻഡിങ് ഉണ്ട്, എത്രയൊക്കെ നമ്മളുടെ പോർഷൻസ് സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ എത്ര പിന്നിലാണ്, അതോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ സ്റ്റഡീസ് പോകുന്നുണ്ടോ, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിത് നോക്കിയിട്ട് മനസ്സിലാക്കാം. എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാരെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ബേസിക്കായിട്ട് സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഓവറോൾ റിവ്യൂ ആണ്. അതായത് ഓവറോൾ റിവ്യൂവിന് വേണ്ടി ഒരു ബോക്സാണ്. അതായത് ഈ ഒരു മാസം എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, നമുക്ക് ചിലപ്പോൾ അത്രയും നല്ല ഹാപ്പിനെസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ ഒരു നല്ല ഒരു ദിവസമേ അല്ല, അല്ലെങ്കിൽ ഭയങ്കര ബാഡ് മെമ്മറീസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ടൊരു ബോക്സ് ഉണ്ട്. അതേപോലെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കോളമാണ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ഓണം എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് അതൊരു കോളത്തിൽ എഴുതുക. എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണെന്നുള്ളത് ഒരു കോളത്തിൽ, അടുത്ത കോളത്തിൽ നമുക്ക് എത്ര മാർക്കാണ് ആക്ച്വലി നമുക്ക് കിട്ടിയത് എന്നുള്ളത് അപ്പുറത്തെ കോളത്തിൽ എഴുതി വയ്ക്കുക. അത് ജസ്റ്റൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും ഈ ട്രാക്കറൊക്കെ വെച്ച് പഠിച്ചതിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ, റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിൻ്റെ കോളം എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ മാസം നമുക്ക് എന്തോരം പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നു, പ്രൊഡക്ടിവിറ്റി സ്കോർ എന്താണ്, നമ്മൾ ഈ മാസം എത്ര നന്നായിട്ട് യൂസ് ചെയ്തു, ഔട്ട് ഓഫ് 10 നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് എഴുതി കൊടുക്കാം എത്ര മാർക്കാണ് നമുക്ക് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക്, എത്ര മാർക്ക് 10 ഔട്ട് ഓഫ് 10 നമുക്ക് എത്ര ഗ്രേഡ് കൊടുക്കാം എന്നുള്ളത് നമുക്ക് തന്നെ എഴുതാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനറാണ്. വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിലൊന്ന് അറിയിക്കുക.
അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമ്മൾ തീം പേജും കാര്യങ്ങളൊക്കെ ഒന്ന് കളർ ചെയ്ത് ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇനിയും വീഡിയോസ് ക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടും സോങ് കവറും ഡാൻസ് കവറും ഒക്കെ എന്തായാലും ഇനിയും നമ്മുടെ ചാനലിൽ വരും. സോ ഒന്നുപോലും മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യണം. ബൈ, ടേക്ക് കെയർ. So then, why?